സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്ക് സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജഡത്തിൻ്റെ ചിന്തയോ മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഫാദർ 12ാമത്തെ വയസ്സ് മുതൽ മരിച്ചുപോയി. അന്നു മുതൽ ഞാൻ പല ജോലികളും ചെയ്ത് മുന്നോട്ട് പോരുകയായിരുന്നു. അപ്പോൾ ഈ ജഡം, ഈ ശരീരം നോക്കാതെ കൊണ്ട് കഠിന അധ്വാനം ചെയ്യുമായിരുന്നു. ഭയങ്കര ചുമടൊക്കെ എടുത്ത് നടന്നു പോകുമ്പോൾ വീണിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ജഡത്തിൻ്റെ ആ ചിന്തയില്ലാതെ ആ ചുമടുകളൊക്കെ എടുത്ത് നമ്മുടെ ശരീരം നോക്കാതെ കൊണ്ട് ഞാൻ ഇതുവരെയും അങ്ങനെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജഡം നോക്കാതെ, ശരീരം നോക്കാതെ കൊണ്ട് ജോലി ചെയ്ത് ആവശ്യത്തിന് പണമുണ്ടാക്കി, പണത്തിന് വേണ്ടി മാത്രം അങ്ങ് ജോലി ചെയ്യും. ഏത് കഷ്ടപ്പാടും സഹിച്ച് ശരീരം നോക്കാതെ മുറിവ് സംഭവിച്ചാലും അത് വെച്ച് കെട്ടി ജോലി ചെയ്യുമായിരുന്നു. ഇപ്പോഴും 5-6 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ആത്മീയ കാര്യത്തിലും ശരീരം നോക്കാതെ ആത്മീയമായി വളരണം. ഈ ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ജഡം നോക്കാതെ കൊണ്ട് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് കഴിക്കും എന്നൊക്കെ നോക്കാതെ കൊണ്ട് ആത്മാവിനെ രക്ഷപ്പെടുത്തണം. ആത്മാവിനുള്ള ആഹാരം കിട്ടണം. ആത്മാവിനുള്ള ആഹാരം എന്ന് പറയുമ്പോൾ വചനങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കണം. ആത്മീയ ഗീതങ്ങളും മറ്റ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ജഡത്തിൽ ശരീരം നോക്കാതെ കൊണ്ട് ജോലി ചെയ്താൽ കാശുണ്ടാകും. അപ്പം ശരീരം നോക്കാതെ കൊണ്ട് നമ്മൾ ആത്മാവിന് വേണ്ടിയത് നൽകുക. ആത്മാവ് ബലപ്പെടും. അകത്തെ മനുഷ്യനായ ആത്മാവ് ബലപ്പെടും. അപ്പോൾ നമുക്ക് ആത്മീയമായി വളരുവാൻ കഴിയും. കർത്താവ് പറഞ്ഞിരിക്കുന്ന മഷികയുടെ തലയോളം ആത്മാവ് വളരണം. എന്നെങ്കിലേ നമുക്ക് ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ ഗ്രഹിക്കുവാനും വചനം ഗ്രഹിക്കാനുള്ള വരം നൽകണമെങ്കിൽ ആത്മീയമായി വളരണം. അപ്പം ജഡത്തിൻ്റെ ചിന്തയുമായി നടന്നു കഴിഞ്ഞാൽ ആത്മീയമായി വളരാൻ കഴിയത്തില്ല. പലരും എന്തെങ്കിലും ചെറിയൊരു അസുഖം വരുമ്പോൾ ഉടനെ ഓടും ആശുപത്രിയിൽ. ഇപ്പോൾ മനുഷ്യർ വീടുകളിലാണ് ഷുഗർ നോക്കാനും പ്രഷർ നോക്കാനും ഒക്കെ വീടുകളിൽ മിഷനുണ്ട്. അത് വെച്ച് ഷുഗറും പ്രഷറും ഒക്കെ നോക്കി ആഹാരം ക്രമീകരിച്ച് ഗുളികകൾ കഴിച്ച് ജഡത്തെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം പറയുന്നു, സമൃദ്ധിയുള്ള സുവിശേഷം പറയുന്നു. മനുഷ്യനെയൊക്കെ സമൃദ്ധിയിൽ തെറ്റിച്ച് കളയുന്നു. സാധാരണപ്പെട്ടവനൊന്നും ലഭിക്കുന്നില്ല. അവൻ ഓടി നടന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്തകളാൽ ഭാരപ്പെട്ട് ഓടുകയാണ്. അപ്പം ജഡത്തിൻ്റെ ചിന്തയാണ് നമ്മൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആത്മീയനായാലും അല്ലാത്തവരായാലും അങ്ങനെ തന്നെ ഉള്ളു. ആത്മീയമായിട്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ജഡത്തിൻ്റെ ചിന്ത എന്താണ്? മരണമാണ്. അപ്പം ജഡത്തിൽ ചിന്തിക്കാതെ ആത്മാവിൻ പ്രകാരം എങ്ങനെ ഈ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കണം, ആത്മീയമായി വളരണം, ആത്മാവിന് നിത്യശാന്തി കിട്ടണം, അതിനുള്ള വളർച്ച സംഭവിക്കണം.
അതിനുള്ള വചനങ്ങൾ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ജഡത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആത്മീയമായി വളരാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ആത്മാവിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജഡത്തെ ദൈവം കാത്തുകൊള്ളും. കർത്താവ് എന്താണെന്ന് പറയുന്നതിന് മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരും. ഉണ്ണാനും ഉടുക്കുവാനും നമുക്ക് വേണ്ടിയതൊക്കെ നമ്മുടെ രോഗസൗഖ്യങ്ങളും ഒക്കെ അവിടുന്ന് നൽകും. കാര്യം ഈ ജഡ ശരീരത്തിലാണ് നമ്മുടെ ആത്മാവ് വസിക്കുന്നത്, ഈ ജഡത്തിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ഈ ജഡത്തെ കാത്തുകൊള്ളാൻ ദൈവം മതിയാവനാണ്. ഞാനാണെങ്കിൽ 10 വർഷമായി കണ്ണട വെച്ച് കണ്ണിന് കാഴ്ച കുറവായിരുന്നുകൊണ്ട് മുടിയിലൊടിയിൽ കണ്ണടയില്ലാതെ എനിക്ക് വായിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കച്ചെഴിയാണ് എൻ്റെ കണ്ണ് ഇരുണ്ടുപോയി. ഒരു കണ്ണ്, ഇടത്തെ കണ്ണ് ഇരുണ്ടുപോയി. ആ കണ്ണാടി വെച്ചപ്പോൾ തന്നെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ജഡത്തെ സംരക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആത്മീയമായി വളരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കണ്ണാടി എടുത്ത് മാറ്റുക എന്നുള്ള തീരുമാനിച്ചു. കാര്യം ഞാൻ ആശുപത്രികളിൽ പോകത്തില്ല. ഇപ്പം കണ്ണാടി മാറ്റിയപ്പോൾ എൻ്റെ കണ്ണിന് സൗഖ്യം കിട്ടിയെന്ന് വേണം പറയാൻ. കർത്താവ് ആ ജഡത്തിൻ്റെ ചിന്തയില്ലാതെ ആത്മീയമായി വളരുവാൻ ഒക്കെ അവിടുന്ന് എന്നെ സഹായിക്കുന്നു. അപ്പം ആ സൗഖ്യം എനിക്ക് കിട്ടി. കണ്ണാടി ഇല്ലാതിപ്പോൾ വായിക്കുവാനും ഒക്കെ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വലത്തെ സൈഡിൽ തലയോട്ട് താഴോട്ട് സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് വന്നപ്പോൾ രാത്രിയിലാണ് ഇത് വരുന്നത്. ഭയങ്കരമായ വേദനകളാൽ ഞാൻ എഴുന്നേറ്റ് പൊത്തി, ഈ കൈ ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. പക്ഷെങ്കിൽ സ്വപ്നത്തിൽ കൂടെ സ്വപ്നമാണെന്നാണ് എനിക്ക് തോന്നിയത്. രാത്രി 3:45-4 എഴുന്നേറ്റു. ആരോടും ഒന്നും പറഞ്ഞില്ല, വെള്ളം കുടിച്ചു. പക്ഷെ ആ വേദന ആ നിമിഷം മാറി. എങ്കിലും ഈ തലയുടെ ഭാഗത്ത് തൊടാൻ വയ്യായിരുന്നു. ഈ ഭാഗം ഇങ്ങനെ വീർത്തിട്ട് കണ്ണിൻ്റെ ഉള്ളോട്ട് നീര് വന്ന് ഇങ്ങനെ വല്ലാത്തൊരു രീതിയിലായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകണം. ജഡത്തെ കാത്ത് പരിപാലിക്കുന്നവൻ ആശുപത്രിയിൽ അഭയം തേടും. പക്ഷേ ഞാൻ ജഡത്തെ നോക്കുന്നില്ല. ജഡത്തിൻ്റെ ചിന്ത മരണമായതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ജഡത്തെ ചിന്തിക്കണ്ട, നീ ആത്മാവിൽ ചിന്തിക്കുക, ആത്മാവിൻ്റെ വളർച്ചയെ ചിന്തിക്കുക. അത് കാരണം ഞാൻ ജഡത്തെ ചിന്തിക്കാതെ ആ വേദനകളൊന്നും ചിന്തിച്ചില്ല. ഇപ്പോൾ ഒരു 5-6 ദിവസമായി എനിക്ക് ദൈവം സൗഖ്യം തന്നു. വളരെ സൗഖ്യങ്ങൾ എനിക്ക് സംഭവിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങളൊക്കെ അവിടുന്ന് നടത്തുന്നുണ്ട്. കാര്യം ജഡത്തിൻ്റെ ചിന്തയുമായി നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് വളരുവാനോ നമ്മുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നോ അല്ലെ ആത്മാവിൽ നമ്മൾ നടക്കാനോ ഒന്നും നമുക്ക് പറ്റാതെ വരും. കാര്യം നമ്മൾ ആശുപത്രിയിലും അവിടെ ഇവിടെയും ആശ്രയം വെക്കുകയാണ്. നമ്മൾ ജഡത്തിൽ ആശ്രയിച്ച് ജഡത്തിൻ മരണമില്ലാതെ ജീവിച്ചു പോകാനാണ് പലരും ആശുപത്രി കയറി മരുന്ന് കഴിക്കുന്നു, നോക്കുന്നു, ഷുഗർ നോക്കുന്നു, കൊളസ്ട്രോൾ നോക്കുന്നു, പലതരമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ആശുപത്രിയിൽ കയറണമെങ്കിൽ തന്നെ അതുപോലെ പൈസ വേണം. പൈസ ഇല്ലാത്തവർ എവിടെയെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സിച്ച് കുറേ മരുന്നൊക്കെ കഴിച്ച് ആ ജഡത്തിൻ്റെ ചിന്തയാൽ മരണപ്പെട്ടു പോകും. അപ്പം ജഡം മരിച്ചാലും നമ്മുടെ ആത്മാവ് എത്തേണ്ട സ്ഥലത്ത് എത്തണം. അത് നിത്യജീവൻ എത്തണം. ആത്മാവ് ഉണ്ടെന്നും നിത്യജീവനുണ്ടെന്നും മനസ്സിലാക്കിയെങ്കിലേ നമുക്കങ്ങനെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവം ഉണ്ടെന്നും ദൈവത്തിൽ വിശ്വസിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ വചനത്തിൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജഡത്തിൻ്റെ ചിന്ത എന്ത് പ്രശ്നമായാലും നമ്മൾ ആത്മീയമായി വളരുമ്പോൾ നമ്മൾ ആ ജഡത്തിൻ്റെ ചിന്തയിൽ പോകത്തില്ല. കാര്യം ഭയം നമ്മുടെ ഉള്ളിൽ വരത്തില്ല.
മരണത്തിനോട് ഭയം വരത്തില്ല. കാര്യം ദൈവം നമ്മുടെ ശരീരം കാത്തുകൊള്ളും. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, വചനം വായിച്ച് വചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുക, വചനം അനുസരിക്കുക. പല പ്രശ്നങ്ങളും വരും, എങ്കിലും അതിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. ഇനി വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ആ ദൈവത്തിൽ ആശ്രയിക്കുക. കാര്യം പിശാച് ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ചവൻ അലറുന്ന സിംഹം പോലെ ഇങ്ങനെ നടക്കുകയാണ്. ആര് ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കി അവൻ നടക്കുകയാണ്. ആ ദൈവത്തിന് അവനെ അടുപ്പിക്കാതിരിക്കുവാൻ, ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് അവൻ്റെ ചിന്ത. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഏത് പരിഹാരവും, ഏത് അസുഖത്തിനുള്ള പരിഹാരവും ദൈവം നൽകും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക, വചനത്തിൽ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തെ വിളിക്കുക, ഏകസത്യ ദൈവത്തിൽ ആശ്രയിക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ശബത്തെന്ന സ്വസ്ഥതയുണ്ട്. 10 കൽപ്പനയിൽ 4ാം കൽപ്പനയായ ശബത്തിനെ തള്ളിക്കളഞ്ഞ് ക്രിസ്ത്യാനികൾ അരക്കം പായുകയാണ് ജീവിക്കാൻ വേണ്ടി. ആ 4ാം കൽപ്പന തള്ളിക്കളഞ്ഞ കൽപ്പന അനുസരിക്കണം. ഈ ശബത്ത് എന്നനുസരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളുമുണ്ട്. ഞാൻ ആരുടെ അടുത്ത് എങ്ങും പോകാറില്ല. വീട്ടിലിരുന്ന് ശനിയാഴ്ച ദിവസം റെസ്റ്റ് എടുത്ത് ശബത്തിനെ ഫോളോ ചെയ്യും. അതിന് എന്ത് ജോലിയായാലും ആ ശബത്ത്, ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ ശബത്ത് ദിവസം അതിനെ ഫോളോ ചെയ്ത് 5-6 വർഷമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അതിനോടകം പിശാച് പല രീതിയിലും ഈ ദിവസത്തെ തെറ്റിച്ച് കളയാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ തോൽപ്പിച്ച ആ കർത്താവിൻ്റെ പാത പിന്തുടരുക, ദൈവത്തിൽ വിശ്വസിക്കുക, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവപുത്രനോട് തന്നിരിക്കുന്ന വചനത്തെ വിശ്വസിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിലേക്ക് പ്രവേശിക്കുവാനാണ്, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനാണ് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.